ഖുലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്തില്ല, ഇല വന്നപ്പോൾ കെസറില്ല, മറിച്ച് എന്താണ് കെസറിന് പകരം അവിടെ ഫത്തഹാണ് കൊടുക്കുക. ഞങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത്. നമ്മുടെ പാഠത്തിൽ ആ ഭാഗം വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. നമുക്ക് ഷേഖു ഈസ. അപ്പൊ അഹദുഹും അവരിൽ ഒരാൾ, നേരത്തെ പറഞ്ഞത് അഹദുൽ ഫിത്തിയത്ത് വന്നു, അഹദുഹും പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല, നേരത്തെ ഒരു അഹദുഹും വന്നായിരുന്നു. അഹദുൽ ഫിത്തിയത്ത് വരും, അഹദുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഒരാൾ, അതേപോലെ അഹദുൽ തുല്ലാബ് സ്റ്റുഡൻസിൽ ഒരാൾ, അഹദുൽ ഫിത്തിയത്ത് യുവാക്കളിൽ ഒരാൾ. ഇവിടെ അഹദുഹും അവരിൽ ഒരാൾ, അഹദുഹും അവരിൽ ഒരാൾ. അവരിൽ ഒരാൾ മറുപടി പറഞ്ഞു ഹുവ മരിയമുൻ, ഹുവ മരീദുൻ. എത്ര സിമ്പിളാണെന്ന് നോക്കിയേ, ഒരു സെന്റൻസ് പറഞ്ഞാണ് ഹുവ മരീദുൻ. ഈ സ്റ്റിക്ക് എന്ന് 3 വാക്ക് വേണം അറബിയിൽ, സോറി ഇംഗ്ലീഷിൽ. മലയാളത്തിൽ പറയുമ്പം അദ്ദേഹം രോഗി ആണ് എന്ന് പറയണം. ഇവിടെ ഹുവ മരീദുൻ എന്ന് പറയുന്നതോടുകൂടി സെന്റൻസ് പൂർണ്ണമായി. ഹുവ മരീദുൻ, അദ്ദേഹം രോഗിയാണ്, അദ്ദേഹത്തിന് സുഖമില്ല. ഹുവൽ ആന ഫിൽ മുസ്തഷ്ഫ, അൽ ആന ഇപ്പോൾ. അല്ലാനെ വായിച്ചിട്ടുണ്ടോ ഖുറാനില്? അതല്ല, അൽ ആന കാണുകയാണോ? അൽ ആന ഖഫഫ അല്ലാഹു അൻകും, ഇപ്പൊ നിങ്ങൾക്ക് അള്ളാഹ് ലഘൂകരിച്ചു വന്നിരിക്കുന്നു. അൽ ആന, അത് വായിച്ചിട്ടുണ്ടോ? അതെങ്കിലും വായിക്കണം, കാരണം ലഘുവാക്കി തന്നിരിക്കുന്നു എന്ന കാര്യം അറിയണ്ടേ. അൽ ആന ഖഫഫ അല്ലാഹു അൻകും, അള്ളാഹ് നിങ്ങൾക്ക് ഇപ്പോൾ ലഘുവാക്കി തന്നിരിക്കുന്നു. ഓക്കെ. ഹുവൽ ആന ഫിൽ മുസ്തഷ്ഫ, മുസ്തഷ്ഫ എന്താണ്? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ. അപ്പോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എല്ലാവരും ആൾക്കാർ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലം, കിടത്തി ചികിത്സിക്കുന്ന സ്ഥലം. കിടത്തി ചികിത്സിക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ, അല്ലാത്ത ക്ലിനിക് എന്നാണ് പറയുക. കാരണം നമ്മൾ മുസ്തൗസഫ് വേറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ പഠിക്കും. ആ മുസ്തൗസഫ് വേറെ വരും, അവിടെ ക്ലിനിക്കാണ്. അവിടെ വസ്തു എഴുതി കൊടുക്കലേ ഉള്ളൂ, ഡീറ്റെയിൽസ് എഴുതി കൊടുക്കേ ഉള്ളൂ. ഇവിടെ എന്താണ്? ശിഫ കൊടുക്കുന്ന സ്ഥലം, മുസ്തഷ്ഫ. ഹാമിദ്. അപ്പൊ ഹുവൽ ആന ഫിൽ മുസ്തഷ്ഫ, അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ഹാമിദ് ഷഫാഹുല്ലാഹു. അപ്പൊ കേട്ട ഉടനെ തന്നെ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന പോലെ ആഹാ അതെയോ, അങ്ങനെയല്ല. ഷഫാഹുല്ലാഹു, കേട്ട ഉടനെ തന്നെ അള്ളാഹ് അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. നമ്മൾ റളിയല്ലാഹു അൻഹും, റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഷഫാഹുല്ലാഹു. ഷഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശമനം നൽകി. ഷഫ ശമനം നൽകി. ഷഫ ഷഫ യഷ്ഫി, ശമനം നൽകി. ഷഫാഹു, അദ്ദേഹത്തിന് ശമനം നൽകി. അള്ളാഹ് അദ്ദേഹത്തിന് ശമനം നൽകി എന്ന പാസ്റ്റ് ടെൻസിലുള്ള പ്രസ്താവനയാണ്. പാസ്റ്റ് ടെൻസിലുള്ള പ്രസ്താവനയാണ്. പക്ഷേ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആശംസാ വചനങ്ങൾ പറയുന്നത്. റളിയ തൃപ്തിപ്പെട്ടു, പാസ്റ്റ് ടെൻസിലുള്ള പ്രസ്താവനയാണ്. റളിയല്ലാഹു അൻഹു, അള്ളാഹ് അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു. അതാണ് ആശംസാവചനം, പാസ്റ്റ് ടെൻസിൽ പറയും. ഷഫാഹുല്ലാഹു, അള്ളാഹ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ശരിക്കും എന്താണ് എന്റെ ആ പ്രയോഗം? അള്ളാഹ് അദ്ദേഹത്തിന് ശമനം നൽകട്ടെ. മൻ ഹാദിഹി തിഫ്ലത്തുല്ലത്തി മഅകും, മൻ ഹാദിഹി അത്തിഫ്ലത്തു, ഈ പെൺകുട്ടി, ഈ പെൺ ശിശു. തിഫ്ലത്ത് ശിശു, തിഫ്ലൻ ശിശു, അതിന്റെ സ്ത്രീലിംഗമാണ് തിഫ്ലത്ത്, കുഞ്ഞ്. ഈ പെൺകുഞ്ഞ് ആരാണ്? മൻ ഹാദിഹി തിഫ്ലത്തു, ഈ പെൺകുഞ്ഞ് ആരാണ്?
പിന്നെ എന്ത് പറഞ്ഞു? അല്ലത്തി മഅക്കും. തിഫ്ലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലത്തി അല്ലത്തി എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു. അല്ലതി അല്ല, അല്ലത്തിയാണ് വരിക. മൻ ഹാദി തിഫ്ലത്തു അല്ലത്തി മഅക്കും, നിങ്ങളോടൊപ്പമുള്ളതായ. അഹദുഹും, അവരിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഹിയ ഉഖ്തുന, ഹിയ ഉഖ്തുന, ആ കുഞ്ഞ് ഞങ്ങളുടെ ആരാണ്? സഹോദരി, സഹോദരി. സഹോദരിയുടെ സ്ത്രീ ബഹുവചനം എന്തായിരിക്കും? അഹവാത്ത്. അഹ്വാത്ത് അല്ല, അഹവാത്ത്. ആ, നിങ്ങൾ ഖുർആൻ പഠിച്ചില്ലേ? ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഖാലാത്തുക്കും വഅമ്മാത്തുക്കും വഅഖവാത്തുക്കും. അഖവാത്തുക്കും. അപ്പൊ ഉഖ്തുൻ അഖവാത്തുൻ. അപ്പൊ ഉഖ്ത് എഴുതുമ്പോ എന്ത് താഴെ എഴുതുന്നത്? ഉഖ്ത് മാത്രം എഴുതുമ്പോ എന്ത് താഴെ വരിക? ഓപ്പൺ താഴാണോ ക്ലോസ്ഡ് താഴാണോ? ഇവിടെ എഴുതിയതുപോലെ തന്നെ ഓപ്പൺ താഴാണ് എഴുതുക. ഉഖ്തുൻ. ബിന്തുൻ എന്ന് എഴുതുമ്പോഴും ഓപ്പൺ താഴാണ്. ഉഖ്തുൻ ഓപ്പൺ താഴാണ്. ആ, ഖവാത്ത് എന്ന് എഴുതുമ്പോ എന്തായാലും ബഹുവചന സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് ഓപ്പൺ താഴെ തന്നെയാണ്. ഹാമിദ്. മസ്മുഹ. മസ്മുഹ, മാ ഇസ്മുഹ എന്നല്ല വായിക്കുക. ഇസ്മിന്റെ അലിഫ് എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. അതുകൊണ്ട് മസ്മുഹ. എന്താണ് ആ കുഞ്ഞിന്റെ പേര്? തിഫ്ലത്തിന്റെ പേരെന്താണ്? അഹദുഹും, അവരിൽ ഒരാൾ. ഇസ്മുഹ ലൈല. ഇസ്മുഹ ലൈല. അപ്പൊ നമ്മൾ ലൈല എന്ന പേര് എഴുതുന്നത് ലൈലത്തിനെന്നല്ല, ലൈല. ലൈല നേരത്തെ മൂസ ഈസ എന്ന് പറഞ്ഞ പോലെ തന്നെ ലൈല. ലൈല എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. അപ്പൊ ഇവിടെ കെസറിട്ടുണ്ട്. കാരണം ഇസ്മിന്റെ ഹംസത്തുൽ വസ്ല് തുടങ്ങുമ്പോൾ കെസറിട്ടാണ് വായിക്കുക. തുടങ്ങുമ്പോൾ കെസറിട്ടാണ് വായിക്കുക. ഹാമിദ്. അയിന ബൈത്തുക്കുമുൽ ജദീദു. അയിന ബൈത്തുക്കുമുൽ ജദീദു. നിങ്ങളുടെ പുതിയ വീട് എവിടെയാണ്? അപ്പൊ അയിന ബൈത്തുക്കും എന്ന് പറഞ്ഞപ്പോൾ സെന്റൻസ് പൂർത്തിയായി. അയിന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പൊ ഈ ബൈത്തിന്റെ എന്താണ് ജദീദ്? അൽ ജദീദ് എന്താണ്? വിശേഷണമാകണമെങ്കിൽ എന്ത് വേണം? 4 കാര്യം ശരിയാവണ്ടേ? ശരിയായിട്ടുണ്ടോ ഇവിടെ 4 കാര്യം? ഇല്ല. ഏതാ ശരിയാകാത്തത്? യാത്ര എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ആ, അൽ ബൈത്ത് എന്ന് പറയണം അല്ലേ? അപ്പൊ അൽ ജദീദ് എന്ന് വന്നതുകൊണ്ട് അൽ ബൈത്ത് എന്നാണ് വരേണ്ടത് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അൽ കൊടുക്കുന്നതിന് പകരം ഉള്ള പ്രയോഗങ്ങളുണ്ട്. അൽ കൊടുക്കുന്നതിന് പകരമുള്ള പ്രയോഗം. അൽ കൊടുത്താൽ എന്തായി? അറിയപ്പെടാത്ത വസ്തു അറിയുന്നതായി. അതിന് പകരമുള്ള പ്രയോഗമാണ് എന്ത്? ഇളാഫത്ത്. ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുകയാണ്. ഇപ്പൊ ബൈത്ത് വീട്, കോം നിങ്ങളുടെ, ബൈത്ത് കോം നിങ്ങളുടെ വീട്. അപ്പൊ നിങ്ങളുടെ വീടെന്ന് പറഞ്ഞതോട് എന്തായി? അത് നിർണിതമായി. അപ്പൊ അൽ വന്നതിന് തുല്യമായി. അപ്പൊ ഇളാഫത്ത് ചെയ്ത ഒന്നിനെ, അപ്പൊ ബൈത്തുക്കും എന്ന് പറഞ്ഞാൽ ബൈത്തിനെ കുമ്മിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം നമ്മള് ബൈത്തുഹു ബൈത്തുഹും ബൈത്തുക്ക ബൈത്തുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇളാഫത്തൊന്നും പഠിപ്പിക്കുന്നില്ല. സംഭവം എന്താണ്? അത് 10,000 പ്രാവശ്യം ഖുർആനിൽ വന്ന പ്രയോഗം പെട്ടെന്ന് ആദ്യം തന്നെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇളാഫത്തൊക്കെ നമ്മള് സെമസ്റ്റർ അല്ലെങ്കിൽ ട്രൈസം 2ലാണ് പഠിപ്പിക്കുന്നത്. 2ാമത്തെ ത്രൈമാസത്തിലാണ് നമ്മൾ ഇളാഫത്തൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ബൈത്തുക്കും എന്ന് പറയുമ്പോൾ ബൈത്തിനെ കുമ്മിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണ്. നിങ്ങളുടെ വീട് എന്ന് പറയുന്ന ആളെ ഇളാഫത്ത്. അപ്പൊ എന്തായി?
ഇലാഫത്ത് ചെയ്തതോടുകൂടി അൽ വന്നതിന് തുല്യമായി. അപ്പം അൽ ഇലാഫത്ത് ചെയ്ത ഒന്നിനെ വിശേഷിപ്പിക്കാൻ എന്ത് പദം വേണം? അല്ലുള്ള പദം വേണം. അയിന ബൈത്തുക്കുമുൽ ജദീദു. മക്കത്തുൽ മുക്കറമ എന്നല്ല പറയാ, മക്കത്തുൽ മുക്കറമ. നിദാഉൽ ഇസ്ലാം മിൻ മക്കത്തിൽ മുക്കറമത്തി എന്ന് പറയും. അപ്പൊ മക്ക എന്താണ്? മക്കയുടെ വിശേഷണമാണ് അൽ മുക്കറം. അപ്പൊ മക്കയ്ക്ക് അല്ലില്ല, അല്ല വിശേഷണത്തിൽ എന്തുണ്ട്? അല്ലുണ്ട്. അപ്പൊ മക്ക എന്നത് എന്താണ്? സ്ഥലത്തിന്റെ പേരായതുകൊണ്ട് അത് അല്ലുള്ളതിന് തുല്യമാണ്. അതിന്റെ വിഷയം പറയുമ്പോൾ എന്ത് വേണം? അൽ മുക്കറം. ചില സ്ഥലങ്ങൾക്ക് അല്ലുണ്ടാവും. അദ്ദമ്മാം എന്ന് പറയുന്നതിന് അല്ലുണ്ട്. അരിയാവ് എന്ന് പറയുന്നതിന് അല്ലുണ്ട്. മദീന വരുമ്പോഴോ? പിന്നെ മദീന വരുമ്പോഴെങ്ങനെയായിരിക്കും വരാ? മദീന എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? മദീന പിന്നീട് കൊടുത്ത പേരല്ലേ? ബേസില്. അതെ, പിന്നീട് കൊടുത്ത പേരാണ്. അതായത് നമ്മൾ മദീനയെ കുറിച്ച് പറയുമ്പോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയെ കുറിച്ച് പറയുമ്പോ എന്താണ്? മദീനത്തുൽ നബവിയ്യ എന്നാണ്. അൽ മദീനത്തുൽ മുനവ്വറ എന്നാണ്. അൽ മദീനത്തുൽ മുനവ്വറ, അൽ മദീനത്തു അൽ മുനവ്വറ, പ്രകാശപൂരിതമായ പട്ടണം. അവിടെ എന്തുണ്ട്? അൽ മദീനയ്ക്ക് അല്ലുണ്ട്, അല്ലുണ്ട്. അതായത് പട്ടണം എന്ന അർത്ഥത്തിൽ കൊടുത്തതാണല്ലോ. മക്ക എന്നത് എന്താണ്? നേരത്തെ ഉള്ള പേരാണ്. ഒരു സ്ഥലം, ആ സ്ഥലത്ത് പേര് നേരത്തെ ഉള്ള പേരാണ്. അബ്ദമ്മാം എന്ന് പറയുമ്പോഴും നേരത്തെ ഉള്ള പേരാണ്. അപ്പൊ അവിടെ എന്താണ്? അവിടെ അല്ലുള്ളതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? മക്ക എന്ന് പറയുന്നത് മക്കയ്ക്ക് അല്ലില്ല. അൽ മദീന എന്നത് അൽ മദീനത്തുൽ മുനവ്വറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി മദീനത്തുൽ നബവി എന്ന് പറഞ്ഞ് അത് പിന്നെ മദീനത്തുൽ നബവി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞെന്തായി അത് ഫേമസ് ആയതാണ്. അങ്ങനെ അതുകൊണ്ടാണ് അൽ മദീനത്തുൽ മുനവ്വറ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ബൈത്തുക്കുമ്മിന് അൽ ജദീദ് എന്ന് വിശേഷണം കൊടുത്തത്. അഹദുഹും അവരിൽ ഒരാൾ, ബൈത്തുനൽ ജദീദു. അപ്പൊ ബൈത്തുന എന്ന് പറഞ്ഞപ്പോ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ അല്ലുള്ളതിന് തുല്യമാണ്. ഞങ്ങളുടെ അതിന് വിശേഷം പറഞ്ഞപ്പോൾ അൽ ജദീദു, ഞങ്ങളുടെ പുതിയ വീട്. കരീബുൻ മിനൽ മത്താർ, കരീബുൻ മിനൽ മത്താർ. എന്താണ് മത്താറിനോട്? മത്താർ എന്താണ്? പറക്കുന്ന സ്ഥലം, പറക്കുന്ന സ്ഥലം. ത്വാറ പറന്നു, ത്വാറ പറന്നു. മത്താർ പറക്കുന്ന സ്ഥലം. അത് നമ്മൾ മലയാളത്തിൽ വിമാനത്താവളം എന്നാണ് മലയാളത്തിൽ പറയും. അവർക്ക് പുതിയൊരു വാക്ക് കണ്ടെത്തേണ്ട കാര്യമില്ല. പറക്കുന്ന എവിടെ നിന്നാണോ ആ സ്ഥലത്തിന്റെ പേര് മത്താർ. തവാഫ് ചെയ്യുന്ന എവിടെയാണോ അതിനെന്ത് പറയും? മത്താഫ്. അപ്പൊ ത്വാറ പറന്നു, മത്താറ് പറക്കുന്ന സ്ഥലം. താഫ വലം വെച്ചു, മത്താഫ് വലം വയ്ക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിന്റെ പേരൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. 3-ാം പാർട്ടിലാണ് വരുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ക്ലൂ പഠിച്ചു വെച്ചിരുന്നാൽ ഇങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇതിന്റെ റൂട്ട് പോകുന്നത് പഠിച്ചു വെച്ചാൽ നമുക്ക് അടുത്ത വാക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഈ മക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? സ്ഥലമാണോ വീടാണോ? മക്കാൻ സ്ഥലം. അപ്പൊ താറ മക്കാൻ ചേർന്ന് വന്നപ്പോഴായിരിക്കും മത്താർ വന്നല്ലേ? അല്ലല്ലല്ലല്ല, താറ എന്നത് ത്വാറ തന്നെയാണ്. ആ ത്വാറയ്ക്ക് ഇസ്മ മക്കാൻ എന്ന് പറയും. മത്താർ എന്ന് പറയുമ്പോൾ ഇസ്മ മക്കാൻ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇസ്മുൽ ഫായിലും പഠിക്കുന്നുണ്ട്, ഇസ്മുൽ മഫ്ഊലും പഠിക്കുന്നുണ്ട്. 21 രൂപത്തിന്റെ കൂട്ടത്തിൽ ഇസ്മു മക്കാനൊക്കെ ഇതിനകത്താണ് പഠിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ഈ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിലാണ് ഇസ്മു മക്കാനൊക്കെ ഉള്ളത്. അത് 3-ാം പാർട്ടിലെ സെക്കൻഡ് പാർട്ടിലെ അങ്ങനെയാണ് വരുന്നത് തോന്നുന്നു. ഇസ്മു മക്കാൻ പഠിക്കും. അപ്പൊ ഇസ്മു മക്കാനാണ് എന്ത്?
മക്കാൻ അതിന് ഓരോരോ ഘടനയുണ്ട്, ഓരോ ക്രിയയ്ക്ക് ഓരോരോ ഘടനയുണ്ട്. താറ എന്ന് പറയുമ്പോൾ മത്താർ, താഫ മത്താഫ്. മജ്ലിസിന് ജലസ ഇരുന്നതിന് മജ്ലിസ് എന്നാണ് പറയുന്നത്, ഇരിക്കുന്ന സ്ഥലം. സജദ സുജൂദ് ചെയ്ത് മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം. സല്ല നമസ്കരിച്ചു, മുസല്ല നമസ്കരിക്കുന്ന സ്ഥലം. ഓക്കെ. അപ്പൊ ബൈത്തുൽ ജദീദു കരീബും മിനൽ മത്താർ, മത്താറിനോട് അടുത്തതാണ് എന്നാണ്. അപ്പൊ കരീബിന് ഇലൽ മത്താർ എന്നല്ല പറയുക, കരീബും മിനൽ മത്താർ. ബഴീദ് വരുമ്പോ ബഴീദിൻ അനിൽ മത്താർ എന്ന് പറയും. ബഴീദ് ദൂരെയാണെങ്കിൽ അന്നാണ് ഉപയോഗിക്കുക, കരീബാണെങ്കിൽ മിന്നാണ് ഉപയോഗിക്കുക. അതിനോടടുത്തത് നേരത്തിൽ മിന്നാണ് ഉപയോഗിക്കുക. ദൂരെയാണെങ്കിൽ ബഴീദുൻ അൻ. ഹാമിദ് അൻതും ഫിൽ മദ്രസത്തി സാനവിയ്യത്തി, അൻതും ഫിൽ മദ്രസത്തി അസാനവിയ്യത്തി. അപ്പൊ അൽ മദ്രസത്ത് അസാനവിയ്യത്ത്, അൽ മദ്രസത്തിന്റെ വിശേഷണമാണ് അസാനവിയ്യത്ത്. അൽ മദ്രസത്ത് എന്താണ്? സ്ത്രീലിംഗമാണ്. സ്കൂൾ അസാനവിയ്യത്ത് സ്ത്രീലിംഗം. സ്ത്രീലിംഗം. അൽ മദ്രസ സ്കൂള്, അസാനവിയ്യത്ത് സെക്കൻഡറി. സെക്കൻഡറി സ്കൂൾ. ആ ഇസ്നൈൻ 2, സാനവിയ്യത്ത് രണ്ടാമത്തേത്, സെക്കൻഡറി. സാനിയാണ് രണ്ടാമത്തേത്, രണ്ടാമത്തത് പരമായതാണ് സാനവിയ്യത്ത്. അഹദുഹും അവരിലൊരാൾ, ല അവരൊരാളില്ല. ഞങ്ങൾ ബിൽ ജാമിയ, ഞങ്ങൾ എവിടെയാണ്? ഞങ്ങള് ജാമിയയിലാണ്, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. ഞങ്ങൾ സെക്കൻഡറി സ്കൂളിലൊന്നുമല്ല, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. എന്നിട്ട് അയാൾ ഓരോരുത്തരും ഓരോ എവിടെയാണെന്ന് പറയുകയാണ്. അന്നത്തിൽ കുല്ലിയത്തിൽ ഹന്തസത്തി, ഞാൻ എവിടെയാണ്? അപ്പൊ ജാമിയയുടെ അകത്ത് ഉള്ള ഫാക്കൽറ്റീസിന് പറയുന്ന പേരാണ് കുല്ലിയത്ത്. ജാമിയയുടെ അകത്തുള്ള ഫാക്കൽറ്റീസിന് പറയുന്ന പേരാണ് എന്ത്? കുല്ലിയത്ത്. ഈ കുല്ലിയത്ത് ജാമിയയുടെ പുറത്താണെങ്കിൽ അതിന് കുല്ലിയത്തിന് കോളേജ് എന്ന് പറയും. ഓരോ വകുപ്പുകൾ ഇനത്തിൽപ്പെട്ട കോളേജ് വേറെ ആണെങ്കിൽ, ജാമിയയുടെ ക്യാമ്പസിന് പുറത്താണെങ്കിൽ കുല്ലിയത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ അതിൽ കോളേജ് എന്ന് പറയും. നമ്മൾ ജാമിയയുടെ യൂണിവേഴ്സിറ്റിയുടെ അകത്തുള്ളതാണെങ്കിൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അകത്താണെങ്കിൽ അവിടെ ഫാക്കൽറ്റി എന്നാണ്. അനഫി കുല്ലിയത്തിൽ ഹന്തസത്തി, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, അല്ലെങ്കിൽ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗിലാണ്. അനഫി കുല്ലിയത്തിൽ ഹന്തസത്തി, ഞാൻ ഐ ആം ഇൻ ദ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ്. കുല്ലിയത്തിൽ ഹന്തസത്തി. മഹ്മൂദുൻ ഫി കുല്ലിയത്തി തിബ്, എവിടെയാണ് തിബ്? എന്താ? മെഡിസിൻ. മെഡിസിൻ, ഫാക്കൽറ്റി ഓഫ് മെഡിസിനിലാണ്. അപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ പുറത്താണ് എന്ത് പറയും? മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്. ഇബ്രാഹിമു ഫി കുല്ലിയത്തി ശരിയ, അതെന്താണ്? ശരിയയിലാണ്. ശരിയ എന്താ? അറബി കോളേജാണ്. അറബി കോളേജൊന്നും അല്ല, അറബി കോളേജിലാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ശരിയ? ലോ. ഇസ്ലാമിക് ലോ ഓഫ് ഇസ്ലാമിക്. നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ശരിയ പഠിക്കുന്നല്ല ഇസ്ലാമിക് ആയതാണ്. ശരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ, ഒരു വഴി. ഒരു വഴി. പക്ഷെ ഇവിടെ ശരിയെന്ന് പറഞ്ഞാൽ ലോയാണ്, നിയമം. അപ്പൊ പിന്നെ അത് ശരിയാ പഠിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് ശരിയ പഠിപ്പിക്കുമ്പോഴത്തേക്കാണ്, നമ്മളിപ്പോ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ശരിയ പഠിപ്പിക്കുമ്പോൾ ആ ശരിയ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ വാക്കായി മാറുകയും അത് ശരിയ എന്ന് പറയുന്നത് ഇസ്ലാമിക് ലോ പഠിപ്പിക്കുന്നതിന് പറയുകയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിക്ക് പുറത്താകുമ്പോഴത്തേക്ക് കോളേജ് എന്ന് പറയും, യൂണിവേഴ്സിറ്റിക്ക് അകത്താകുമ്പോൾ ഫാക്കൽറ്റി എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താണ്? ഇവിടെ ഇന്ത്യക്കകത്താകുമ്പോഴത്തേക്ക് എന്ത് പറയും? നമ്മള് കുല്ലിയത്തി ശരിയ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് ലോ എന്ന് പറയും. അങ്ങനെയല്ല, ശരിയത്ത് എന്ന് പറഞ്ഞാൽ ലോ. യൂസുഫ് ഫി കുല്ലിയത്തി തിജാറ, യൂസുഫ് എവിടെ പഠിക്കുന്നത്?
ഫാക്കൽറ്റി ഓഫ് ബിസിനസിന്റെ ബിസിനസ്. ബിസിനസ്. അയാൾ MBA പഠിക്കുന്നത്, BBA. അപ്പൊ ഹാമിദ്, മൻ ദാലിക്കൽ ഫത്തല്ലദീ ഫീ സയ്യാറത്തിക്കും. ഈ പാഠം വായിച്ചു തീർക്കല്ലേ നമുക്ക്? ആമാ. അത്യാവശ്യം ഉണ്ടോ? അത്യാവശ്യം ഉണ്ടോന്ന്, നിർത്തണമെന്നുണ്ടോന്ന്? തീർക്കാം. തീർക്കാം. കുറെ ആളല്ലേ പഠിച്ചിട്ട്, നിങ്ങൾ എഴുതി മടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ കുറെ എഴുതാനുണ്ടാവും കേട്ടോ. മൻ ദാലിക്കൽ ഫത്തല്ലദീ ഫീ സയ്യാറത്തിക്കും. നേരത്തെ പറഞ്ഞത് മൻ ഹാദിഹി തിഫ്ലത്തില്ലത്തി. അപ്പൊ തിഫ്ലത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്ലത്തി പറഞ്ഞു. ഇവിടെ ദാലിക്കൽ ഫത, യുവാവ്, അല്ലദീ ഫീ സയ്യാറത്തിക്കും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു അൽ ഫിത്തിയത്ത് വന്നപ്പോൾ അതിന്റെ ഏകവചനം അൽ ഫത എന്നാണ്. അൽ ഫത. ഇനി അല്ലില്ലെങ്കിൽ എന്താ പറയുക? ഫതൻ എന്ന് പറയും. ഫതൻ എന്ന് എഴുതുമ്പോഴും ഈ അക്ഷരം കംപ്ലീറ്റ് ഉണ്ടാവും, ഈ യായിട്ടിട്ടുണ്ടാവും. സാധാരണഗതിയിൽ ഫത്ത തൻവീൻ ഇടുമ്പോൾ അലിഫിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫതൻ എന്ന് എഴുതുമ്പോൾ ഈ അലിഫ് യായുടെ ഷേപ്പിലുള്ള അലിഫ് അവിടെ തന്നെ നിലനിൽക്കും. നമ്മൾ ഹദ എന്ന് പറയുമ്പോൾ ഹാദിൻ എന്നാണ് പറയുന്നത്. കെസർ തൻവീനാണ് വരുന്നതെങ്കിൽ അവിടുത്തെ അക്ഷരം കളയും. ഫത്ത തൻവീനാണെങ്കിൽ ഇവിടെ യായുടെ ഷേപ്പിലുള്ള അലിഫ് അവിടെ നിലനിർത്തും. ഫതൻ. മൻ ദാലിക്കൽ അൽ ഫത്തല്ലദീ, ഇവിടെ അൽ വന്നുകൊണ്ടാണ് അൽ ഫത്ത എന്ന് പറയുന്നത്. അൽ ഫത്തല്ലദീ ഫീ സയ്യാറത്തിക്കും, നിങ്ങളുടെ സയ്യാറയിലുള്ള യുവാവ് ആരാണ്? മഹ്മൂദ്. ഹുവ ജമീലി. ജമീൽ എന്താണ്? കൊളീഗ്, കൂട്ടുകാരൻ. ജമീൽ കൂട്ടുകാരനാണ്. പക്ഷെ നമ്മളെ ഈ പുസ്തകത്തിൽ കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കും ജമീല് ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലാണ്. രണ്ടർത്ഥമുണ്ട്. ജമീൽ എന്നും പറയുക, ജമീൽ ക്ലാസ്മേറ്റ് എന്ന് പറയാം, ഫ്രണ്ട് എന്നും പറയാം. ഇവിടെ സിയാറ പറയാൻ കാരണം എന്താണ്? സിയാറത്തിക്കും നിങ്ങളുടെ നിങ്ങൾ എന്താണ് സയ്യാറ? എന്താ സയ്യാറ? നമ്മൾ പഠിച്ചായിരുന്നോ? വണ്ടി, സയ്യാറ കാറ്. അതാണല്ലേ. സയ്യാറ കാർ. ഖുറാനുള്ള സയ്യാറ അല്ല കേട്ടോ ഇത്. ഖുറാനുള്ള സയ്യാറ എന്താ? ജാഅത് സയ്യാറത്തുൻ ഫഅർസലു വാരിദഹും. കച്ചവട സംഘം, യാത്രാ സംഘം എന്നാണ് സയ്യാറ എന്ന് പറയുന്നത്. അപ്പൊ അറബികൾ ഭാഷയിൽ ഉപയോഗിക്കുന്നത് സയ്യാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാനുള്ള വാഹനം ആണ് സയ്യാറ എന്ന് പറയുന്നത്. മൊത്തത്തിൽ വെഹിക്കിൾ എന്ന അർത്ഥത്തിലും സയ്യാറ ഉപയോഗിക്കും. മഹമ്മൂദ്. ഹുവ ജമീലി, ഹി ഈസ് മൈ കൊളീഗ്, എന്റെ ക്ലാസ്മേറ്റ് ആണ്. ജമീലി ക്ലാസ്മേറ്റ് ആണ്. ഹാമിദ്. മിൻ ഐന ഹുവ. മിൻ ഐന ഹുവ. മിൻ ഐന ഹുവ എന്ന് നമ്മൾ പറയുന്നത് പൂർണ്ണമായ അടയാളം പൂർത്തീകരിച്ച് വായിക്കാനാണ് നമ്മൾ പഠിക്കുന്നത് പുസ്തകത്തിൽ. നമ്മൾ വഖഫ് ചെയ്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്പോക്കണിൽ പറഞ്ഞാൽ മിൻ ഐന ഹു എന്നാണ് ചോദിക്കുക. മിൻ ഐന ഹു. നമ്മൾ ഏതോ ദിക്റൊക്കെ പറയുമ്പോഴത്തേക്ക് ഹു ഹു യാമൻ ഹു എന്നൊക്കെ പറയുന്നില്ലേ? നമ്മൾ പെട്ടെന്ന് അങ്ങനെ അങ്ങ് എന്ത് ചെയ്ത് അങ്ങനെ എന്തോ ഹു ഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെ ഹു ആണെന്ന് ചോദിച്ചു കളയുന്നത്. ഹു എന്ന് പറഞ്ഞാൽ ഹുവ എന്നതിനെ വഖഫ് ചെയ്യുമ്പോൾ ഹു എന്നാവുന്നതാണ്. അപ്പൊ മിൻ ഐന ഹു എന്ന് പറയാം നമുക്ക്. പക്ഷെ നമ്മളിവിടെ അടയാളം കൊടുത്താണ് വായിക്കുന്നതുകൊണ്ട് മിൻ ഐന ഹുവ, അവൻ എവിടെ നിന്നുള്ള ആളാണ്? മഹമ്മൂദ്. ഹുവ മിൻ ഇംഗൽട്ടറ. ഇംഗൽട്ടറ എന്താണ്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ് എന്ന് പറഞ്ഞ ആൾ ലാൻഡ് ചെയ്ത സ്ഥലം. അയാൾ എവിടെ നിന്ന്? ജർമ്മനിയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന് എവിടെ നിന്ന് വന്ന ആളാ? ആർക്കറിയാം? ജർമ്മനിയിൽ നിന്ന് വന്ന ആളാ.
ജർമ്മൻകാരനാണ് ഇംഗ്ലണ്ട് കണ്ടുപിടിച്ചിട്ട് ഇംഗ്ലണ്ട് താമസമായത്. അവിടെ ലാൻഡ് ചെയ്തതിനു ശേഷമാണ് ഇംഗ്ലണ്ട് വന്നത്. അതിനുശേഷമാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ ഉണ്ടാകുന്നത്. ഗൂഗിൾ സെർച്ച് നോക്കും, ഒറിജിൻ ഓഫ് ഇംഗ്ലണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കും. പഠിച്ചത് നമ്മൾ നല്ലതാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷാണ് എല്ലാ സംഭവം അവസാനം, അല്ലെങ്കിൽ എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന ഇംഗ്ലീഷാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, അറബിക്കാണ് എല്ലാത്തിനും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വിട്ടുകളഞ്ഞുകൊണ്ടാ. 1900 ശേഷമാണ് ഇംഗ്ലീഷിന് സ്വാധീനം ഉണ്ടാകുന്നത്. 1900 കഴിഞ്ഞ് ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? അറബി നാടുകളെ വെട്ടിമുറിച്ച് ഓരോ രാജ്യങ്ങൾ കൈയടച്ച് വയ്ക്കാൻ തുടങ്ങി, കോളനി ഭരണം തുടങ്ങി. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച് നമുക്ക് ശക്തിയൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകളഞ്ഞത്. ഓക്കെ, ഹുവമിൻ ഇംഗൽത്തറ, അയാൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആളാണ്. ഹാമിദ് മസ്മുഹു, വാട്ട് ഇസ് ഹിസ് നെയിം? അവന്റെ പേരെന്താണ്? ഇപ്പൊ മസ്മുഹു, അവന്റെ പേരെന്ത്? മസ്മുഹു, അവന്റെ പേരെന്ത്? അഹമ്മദ് ഇസ്മുഹു വില്യമു, അവന്റെ പേരെന്താണ്? വില്യം എന്നാണ്. ഇസ്മുഹു വില്യമു, വില്യം എന്നാണ്. ഹാമിദ് ആ മുസ്ലിമുൻ ഹുവ, അത് അറബികളുടെ ശൈലിയാണ്. അത് മുസ്ലിമാണോ എന്ന് ചോദിക്കുന്നു. കാരണം നമ്മളാണെങ്കിൽ നമ്മുടെ കുടുംബക്കാരാണെന്ന് ചോദിക്കുമല്ലോ. നമ്മളാണെങ്കിൽ നമ്മുടെ നാട്ടിന്റെ കൾച്ചർ വെച്ചിട്ടാണ് നമ്മളിപ്പം ജാതി ചോദിക്കരുത്, പറയരുത് എന്നൊക്കെ പറയുന്നത്. നമ്മളൊരാളെ പരിചയപ്പെട്ടാൽ അയാൾ നമ്മുടെ കുടുംബക്കാരനാണെങ്കിൽ നമ്മുടെ കുടുംബക്കാരനാണെന്ന് ചോദിക്കും. ആ അർത്ഥമാണ് അതിന് ഉള്ളൂ. അല്ലാതെ ജാതി തിരിച്ചിട്ട് ഒരു സംഭവം എന്തില്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിക കൾച്ചറിലില്ല. ജാതി തിരിച്ചിട്ട് അയാളെ നമ്മുടെ ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് ഒരു അസ്പർശ്യമായിട്ട് ഒരു അസഹ്യമായിട്ട് തോന്നുന്നത്. അയാൾ മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നത് അസഹ്യമായിട്ട് നമുക്ക് തോന്നുന്നത്. അതേസമയം ഇസ്ലാമിൽ എന്തില്ല? ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും പൊതുവിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം പൊതുവിലുള്ള സംഭവങ്ങളാണ്. അതിലൊന്നും എന്തില്ല, പക്ഷപാതിത്വങ്ങളൊന്നുമില്ല. അതേസമയം സ്വാഭാവികമായിട്ടും അയാളെ ദീനിലെ ആൾക്കാരെ മനസ്സിലാക്കുന്നതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും. ആ മുസ്ലിമിൻ ഹുവ, അദ്ദേഹം മുസ്ലിമാണോ? മഹ്മൂദ് ലാ, അല്ല. ഇവിടെ അങ്ങനെ ജാതി ചോദിച്ചതുകൊണ്ട് എന്താ, മുസ്ലിം ആണോ എന്ന് ചോദിച്ചതുകൊണ്ട് ജാതി ചോദിച്ചതാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. മറിച്ച് എന്താണ്, അയാളുടെ വിശ്വാസ പ്രമാണത്തിൽ പെട്ട ആളാണോ എന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വിചാരിച്ച് അയാൾക്ക് ഏതെങ്കിലും അയാളുടെ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങളിൽ ഏതെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഗതിയിൽ ഒരു പ്രജ എന്ന നിലയ്ക്ക് അയാൾക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. മുസ്ലിം ചക്രവർത്തിമാർക്ക് തന്നെ മുസ്ലിം അല്ലാത്ത സെക്രട്ടറിമാരും അവിടുത്തെ എന്താ പറയാ ചീഫ് സെക്രട്ടറിമാരും ഒക്കെ ഉണ്ടായിരുന്നു. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും അതേപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് തന്നെ ഉണ്ടായിരുന്നു, മുസ്ലിം ചക്രവർത്തിമാർക്ക് തന്നെ. അതിലൊന്നും എന്തില്ല, പക്ഷഭേദങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അതിലെന്തില്ല, ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതേസമയം മാറ്റി നിർത്താൻ വേണ്ടിയോ അവഗണിക്കാൻ വേണ്ടിയോ അയാളും കൂടെ പോയി കഴിഞ്ഞാൽ ചാണകം തെളിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയോ ഒന്നും അല്ല. മഹമ്മദ് ലാ ഹുവ നസ്രാനിയുൻ, അയാള് ക്രിസ്ത്യനാണ്. ഹുവ നസ്രാനിയുൻ. അബൂഹു ഉസ്താദി, അബൂഹു അദ്ദേഹത്തിന്റെ പിതാവ്, ഉസ്താദി എന്റെ ഉസ്താദാണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഹുവ നസ്രാനിയുൻ, അയാള് ക്രിസ്ത്യനാണ്. പക്ഷെ അബൂഹു ഉസ്താദി, അവന്റെ വാപ്പ എന്റെ ഉസ്താദാണ്, അധ്യാപകനാണ്. എന്റെ അധ്യാപകനാണ്. ഇസ്മുഹു ദുക്തൂറു എഡ്വേർഡ്, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എഡ്വേർഡ് എന്നാണ്. അപ്പൊ ഇസ്മുഹു ദുക്തൂറു, ഇസ്മുഹു അദ്ദേഹത്തിന്റെ പേര് ദുക്തൂർ എന്നാണ്. പിന്നെ ദുക്തൂറിന് പകരമാണ് എഡ്വേർഡ് എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ബദൽ വരുമ്പോൾ എന്തായി, അത് അല്ലുള്ളതാണ്. ഇവിടെ എന്താണ്, എഡ്വേർഡ് എന്നാണ് പിന്നെ പേര്. അപ്പൊ എഡ്വേർഡ് അല്ലുള്ളതാണോ?
ഇല്ല. എഡ്വേർഡിന് ആളിന് വേണ്ട, കാരണം എന്താ? ഒരാളുടെ പേരായതുകൊണ്ട് ഒരു ആളുടെ പേരാണ്. ഇസ്മുഹു. ആള് പ്രിസ്ക്രൈബ്ഡ്. എഡ്വേർഡ് എന്ന് പറയുന്നത് ആളുടെ പേരാണ്, അതുകൊണ്ട് എന്തില്ല, ഇത് വേണ്ട. അപ്പൊ നേരത്തെ അൽഹംദുലില്ലാഹി പറഞ്ഞിടത്ത് ലില്ലാഹിയുടെ ബദൽ എന്ത് വന്നു? റബ്ബ് വന്നു. എന്ത് റബ്ബ് എന്ന് പറഞ്ഞത്? റബ്ബുൽ ആലമീൻ. റബ്ബിനെ ആലമീനിലേക്ക് ഇളാഫത്ത് ചെയ്താ പറഞ്ഞത്. അപ്പൊ എന്തായി? അള്ളാഹ് എന്ന വാക്കിന്റെ തുല്യമായി, അല്ലെങ്കിൽ അൽ ഉള്ള പദത്തിന് തുല്യമായി, ഈക്വലന്റായി. റബ്ബുൽ ആലമീൻ ഇളാഫത്ത് ചെയ്തു. ഇളാഫത്ത് ചെയ്ത വാക്കിന് പകരം, ഇളാഫത്ത് ചെയ്ത വാക്കിന്റെ വിശേഷണം പറയുമ്പോൾ അൽ വേണം. അല്ലുള്ള വാക്കിന്റെ ബദൽ വരുമ്പോൾ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ഇളാഫത്ത് ചെയ്ത വാക്ക് വരാം. ഓക്കെ. ഇസ്മുഹു ദുക്തൂറു ഇദ്വേദു ഹദാഹുമുല്ലാഹു. അപ്പൊ എന്താ പറഞ്ഞത്? ഇലൽ ഇസ്ലാം. ഹദാഹുമുല്ലാഹു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്തു? ഹദാഹുമ, അവരെ രണ്ടുപേരെയും അള്ളാഹ് ഹിദായത്തിലാക്കട്ടെ. ഹദാഹുമ. നേരത്തെ ഷഫാഹു പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ എന്താണ്? ഹദാഹുമ, അവർ രണ്ടുപേരെയും അള്ളാഹ് ഹിദായത്തിലാക്കട്ടെ. ഇവിടെ ക്രിയയുടെ പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ക്രിയയായിട്ട് അല്ല പാഠത്തിൽ പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ദഹബ ദഹബു മാത്രമേ, ദഹബ ദഹബു ദഹബിന, ഇത് രണ്ടും മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, മൂന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ദഹബത്ത് പഠിച്ചു അല്ലേ? ദഹബത്ത് ദഹബിന, നാലെണ്ണം പഠിച്ചു. ഇവിടെ എന്താണ്? ഹദാ ഹുമ എന്ന കുറച്ചുകൂടി വ്യത്യാസമുള്ള പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു പ്രയോഗം എന്ന നിലയ്ക്കാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷഫാഹുല്ലാഹു, അതേപോലെ ഹദാഹുമല്ലാഹു. ഹുമ പറയാൻ കാരണം അവർ രണ്ടുപേരെയും ഉദ്ദേശിച്ചിട്ടാണ്. ഇലൽ ഇസ്ലാം, അവർ രണ്ടുപേരെയും അള്ളാഹ് ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു കൊടുക്കട്ടെ. ഹാമിദ് അദഹബത്തും ഇലൽ മുസ്തഷ്ഫ. അപ്പൊ ദഹബയുടെ ഒരു രൂപം കൂടി ഇവിടെ പഠിക്കുക, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ദഹബ അവൻ പോയി, ദഹബൂ അവർ പോയി, ദഹബത്ത് അവൾ പോയി, ദഹബിന ആ പെണ്ണുങ്ങൾ പോയി. ഇവിടെ എന്താ? ദഹബത്തും നിങ്ങൾ പോയി, ദഹബത്തും നിങ്ങൾ പോയി. ആ ദഹബത്തും നിങ്ങൾ പോയോ? നേരത്തെ പഠിച്ചു വന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ്, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ന് കൂടി മനസ്സിലാക്കണം. ദഹബത്തും നിങ്ങൾ പോയി. ആ ദഹബത്തും നിങ്ങൾ പോയോ? ഇലൽ മുസ്തഷ്ഫ, മുസ്തഷ്ഫയിലേക്ക്. ലി സിയാറത്തി അമ്മിക്കും, നിങ്ങളുടെ പിതൃവ്യനെ കാണുന്നതിന് വേണ്ടി. അൽയോമ, ഇന്ന്. നിങ്ങളുടെ വാപ്പയുടെ സഹോദരനെ കാണാൻ വേണ്ടി ഇന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയോ? ആ ദഹബത്തും നിങ്ങൾ പോയോ? ഇലൽ മുസ്തഷ്ഫ ലി സിയാറത്തി, വിസിറ്റ് ചെയ്യുന്നതിന്. സിയാറത്ത് എന്താണ്? വിസിറ്റ്. ആ, ഇപ്പൊ തൈഷീറ സിയാറയുണ്ട്. സിയാറ വിസിറ്റിംഗ് വിസ. സിയാറ എന്നുള്ള വിസിറ്റ്. സിയാറത്തിൽ ഖുബർ എന്ന് പറഞ്ഞാൽ ഖബർ സന്ദർശനം. സിയാറത്തിൽ മരീം എന്ന് പറഞ്ഞാൽ രോഗ സന്ദർശനം. ലി സിയാറത്തി അമ്മിക്കും, അമ്മിനെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അൽയോമ, ഇന്ന്. അമ്മിക്കും, നിങ്ങളുടെ അമ്മിനെ. സിയാറത്തിനെ അമ്മിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടാണ് അമ്മിന് കസർ വന്നത്. സിയാറത്തി അമ്മിക്കും, നിങ്ങളുടെ എളാപ്പാന്റെ സന്ദർശനം എന്നാണ് അങ്ങനെ പ്രയോഗത്തിലുള്ളത്, ഭാഷാ പ്രയോഗം. യൂസുഫ് നാം ദഹബിന, അതെ ഞങ്ങൾ പോയി. അപ്പൊ ദഹബയുടെ ഒരു രൂപം കൂടി പഠിച്ചു. ഓക്കെ. ദഹബ അവൻ പോയി, ദഹബൂ അവർ പോയി, ദഹബത്ത് അവൾ പോയി, ദഹബിന ആ പെണ്ണുങ്ങൾ പോയി. അല്ല, ദഹബിന ആ പെണ്ണുങ്ങൾ പോയി. ദഹബത്തും ദഹബത്തും നിങ്ങൾ പോയി, ദഹബത്തും നിങ്ങൾ പോയി, ദഹബിന ഞങ്ങൾ പോയി. ഇത്രയും ഭാഗങ്ങൾ, ഇത്രയും പദങ്ങൾ നമ്മൾ ദഹബയുടെ ഏതെല്ലാം രൂപങ്ങളാണോ നമ്മൾ പഠിച്ചത് അതെല്ലാം പ്രത്യേകം എടുത്ത് എഴുതി വെക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി എക്സസൈസ് ആണ്. ടീച്ചർ പറഞ്ഞതിൽ എക്സസൈസ് എങ്ങനെ എഴുതിയിരണോ? ഉസ്താദെ, ഇത് വറുതു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് ഇസ്മുഹു ദുക്തൂറു, ഇത് വറുതു. എഡ്വേർഡ് ആണ്. എഡ്വേർഡ്
എഡ്വേർഡ് അല്ലേ, എഡ്വേർഡ്, EDWARD, എഡ്വേർഡ്. ഓക്കെ ഓക്കെ. ഇംഗ്ലീഷിലെ പേരാണ്. ഓ അപ്പൊ ഇംഗ്ലീഷില് അറബിയിൽ എ ഇല്ലാത്തോണ്ട് ഇ ആണ് എഴുതുന്നത്. ഹംസ ഇട്ടിട്ട് ഓക്കെ. ഇ ആണ്. ഓക്കെ. എഡ്വേർഡ്. വില്യം മുകളിൽ വില്യം പറഞ്ഞല്ലോ, അതേപോലെ. ഓ ദുക്തൂർ എഡ്വേർഡ് അല്ലേ? അപ്പം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡോക്ടർ എഡ്വേർഡ്. ഓക്കെ. അല്ലാഹു ഇലൽ ഇസ്ലാം എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിലില്ലല്ലോ. അദാഹമല്ല എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിലില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിൽ നല്ലത്. കാരണം എന്താണ്, അത് അവിടെ അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ അത് ഒഴിവാക്കിയാണ്, നേരത്തെ കിടന്നതിന് ഒഴിവാക്കിയിട്ടുണ്ടാവും. രക്ഷയില്ല. ഓക്കെ. അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആരാധനകളും സൽക്കർമ്മങ്ങളും അമലുകളും ഇൻഫാക്കും സമ്പത്ത് വ്യയം ചെയ്തതും ഒക്കെ അല്ലാഹ് സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എല്ലാ സംഗതികളും സ്വീകരിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം പോലും കാബ നിർമ്മിച്ചതിന് ശേഷം ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മളെ കാര്യം പറയേണ്ടതില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ ഭാഷ പഠിക്കുക. നമ്മൾ വായിക്കുമ്പോൾ പഠിച്ച പദങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഖുറാനിൽ അതേ രീതി, ശൈലി, പദങ്ങൾ, പ്രയോഗങ്ങൾ ഒക്കെ ഖുറാനിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി മുതൽ നിങ്ങൾക്ക് ഖുറാൻ മനസ്സിലായി തുടങ്ങണം. അതേപോലെ ടീച്ചർ നിങ്ങൾക്ക് ഇതിട്ട് തരും, ഇതിന്റെ ഡീറ്റെയിൽസ് ഇട്ട് തരും. അപ്പൊ എന്ത് ചെയ്യണം, എക്സസൈസ് എഴുതണം. എഴുതിയാലേ മാത്രമേ എന്തുണ്ടാവുള്ളൂ, റിസൾട്ട് ഉണ്ടാവും. അള്ളാഹ് നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകളെല്ലാം പുറത്തു വരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ പാഠം ഒന്നുകൂടെ വായിച്ചു നോക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക, അസൈൻമെന്റ് ഗ്രൂപ്പിൽ ഇടുക. ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഈ ഭാഗം ഒന്നുകൂടെ വിശദീകരിക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനല്ലാഹ്.